നമസ്കാരം. മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് ലോക്സഭാ സീറ്റിൽ മത്സരിക്കാനെത്തുമോ? കഴിഞ്ഞ കുറേ ആഴ്ചകളായി കേരളത്തിലെ BJP പ്രവർത്തകർ പരസ്പരം ചോദിക്കുന്ന ചോദ്യമാണിത്. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റെങ്കിലും നേടണം എന്ന ആഗ്രഹം BJPക്കുണ്ട്. അങ്ങനെ നേടണമെങ്കിൽ തിരുവനന്തപുരം സീറ്റിൽ കുമ്മനം രാജശേഖരൻ തന്നെ സ്ഥാനാർത്ഥിയാവണം എന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് BJP പ്രവർത്തകരാണ്. കാരണം കുമ്മനത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം മാത്രമാണ് BJPക്ക് സാധ്യത ഉണ്ടാക്കുന്നത്. മറ്റൊരു നേതാവും ഇന്ന് തിരുവനന്തപുരത്ത് വന്ന് ശശി തരൂരിനെതിരെ മത്സരിച്ചാൽ ജയിക്കും എന്ന് പറയാവുന്ന സാഹചര്യത്തിൽ അല്ല എന്നതാണ് സത്യം. ഇത് അണികൾക്കെങ്കിലും അറിയാം. ഈ ചോദ്യം ഇന്നലെ മനോരമയുടെ ന്യൂസ് മേക്കർ മത്സരാർത്ഥിയാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള. ഈ ചോദ്യം വാർത്താ അവതാരകൻ ന്യൂസ് മേക്കർ സംവാദത്തിൽ വെച്ച് സമ്പത്തടക്കമുള്ളവരുടെ മുൻപിൽ വെച്ച് ചോദിച്ചപ്പോൾ ശ്രീധരൻപിള്ളയ്ക്ക് വ്യക്തമായ ഒരു ഉത്തരം പറയാൻ സാധിച്ചിട്ടില്ല എന്നതാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ ക്ഷണിക്കുകയില്ല, കുമ്മനം രാജശേഖരനെ ക്ഷണിക്കുകയില്ല. അതേസമയം മത്സരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കുമ്മനം രാജശേഖരൻ ഗവർണർ പദവി രാജിവെച്ചെത്തിയാൽ സീറ്റ് കൊടുക്കുമെന്നാണ്. അതായത് സീറ്റ് കൊടുക്കുന്ന പരിഗണിക്കുമെന്ന്. അതായത് BJP നേതൃത്വത്തിന് ഇപ്പോഴും കുമ്മനം രാജശേഖരൻ മടങ്ങി വരുന്നതിനോട് യോജിപ്പില്ല, അല്ലെങ്കിൽ അവർ ഭയപ്പെടുന്നു എന്ന സൂചനയാണ് ശ്രീധരൻപിള്ളയുടെ വാക്കുകൾ നൽകുന്നത്. എന്തായാലും ഏറെ കൗതുകമുള്ള ഒരു ചോദ്യമായിരുന്നു ഇന്നലെ ന്യൂസ് മേക്കർ സംവാദത്തിൽ ഉണ്ടായത്. ഏറെ കൗതുകമുള്ള ഒരു ഉത്തരം തന്നെയായിരുന്നു BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻപിള്ള നൽകിയത്. അദ്ദേഹം കുമ്മനം രാജശേഖരൻ ആദരണീയനായ നേതാവാണ്, എന്നാൽ അദ്ദേഹത്തെ ഇങ്ങോട്ട് മത്സരിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ വിളിക്കുകയിൽ അദ്ദേഹം ഗവർണറാണ്, അത് സാധ്യമല്ല, അങ്ങനെ വന്നാൽ സീറ്റ് കൊടുക്കുന്ന കാര്യം പരിഗണിക്കാം എന്നായിരുന്നു ഈ ചർച്ചയിൽ. ഉണ്ടായാലും അണികൾക്കിടയിൽ ഈ ആവശ്യം ശക്തമായി വരികയാണ്. കാരണം ഒരു സീറ്റെങ്കിലും BJPക്ക് ഉറപ്പാകണമെങ്കിൽ കുമ്മനം രാജശേഖരൻ തന്നെ മത്സരിക്കണമെന്ന അഭിപ്രായമാണ് ഉയരുന്നത്. അതേസമയം ശ്രീധരൻപിള്ള പറയുന്നത് തിരുവനന്തപുരം മാത്രമല്ല മറ്റ് 3 മണ്ഡലങ്ങൾ കൂടി BJPക്ക് ജയസാധ്യതയുണ്ടെന്നാണ്. അതായത് 20 മണ്ഡലങ്ങളിൽ 4 മണ്ഡലങ്ങളിൽ വിജയിക്കാൻ സാധിക്കുമെന്ന് ശ്രീധരൻപിള്ള പറയുന്നുണ്ട്. അതിനകത്ത് കാസർഗോഡും തൃശ്ശൂരുമൊന്നുമില്ല, പാലക്കാടുമൊന്നുമില്ല. കാസർഗോഡും പാലക്കാടുമാണ് BJPക്ക് ഏറ്റവും അധികം സ്വാധീനമുള്ള 2 മണ്ഡലങ്ങൾ. എന്നാൽ അത് പാർലമെൻറ്റ് മണ്ഡലം വരുമ്പോൾ BJPയുടെ സ്വാധീനം കുറയുന്നു. നിയമസഭാ മണ്ഡലം വരുമ്പോൾ BJPക്ക് സ്വാധീനമുണ്ട്. ഈ 4 മണ്ഡലങ്ങൾ ശ്രീധരൻപിള്ള എടുത്ത് പറയുന്ന തിരുവനന്തപുരം കൂടാതെ ആറ്റിങ്ങലും പത്തനംതിട്ടയും മാവേലിക്കരയുമാണ്. ഈ 3 മണ്ഡലങ്ങളിൽ 50,000 വോട്ടുകൾ കൂടി നേടാൻ സാധിച്ചാൽ BJP വിജയിക്കുമെന്നാണ് ശ്രീധരൻപിള്ളയുടെ നിഗമനം. അതുകൊണ്ട് തന്നെ ഈ 3 മണ്ഡലങ്ങൾ വളരെ നിർണായകമായ ഒരു അതായത് ആറ്റിങ്ങൽ സെൻകുമാറിനെ മത്സരിക്കുന്ന കാര്യം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതാണിപ്പോൾ BJPയുടെ മേജർ അജണ്ടയായി വന്നിരിക്കുന്നത്. പത്തനംതിട്ടയിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ മത്സരിപ്പിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അൽഫോൻസ് കണ്ണന്താനമായിരിക്കും. അങ്ങനെ 3 മണ്ഡലങ്ങളിലും അവർ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരൻ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ തീർത്തു പറയാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം.